തരൂർജി പുലിവാല് പിടിക്കുകയാണ്. പനാമയിൽ പോയി പ്രസംഗിച്ചു. എന്താണ് ഈ സർജിക്കൽ സ്ട്രൈക്ക്, ഭീകരവാദത്തിനെതിരെയുള്ള സർജിക്കൽ സ്ട്രൈക്കൊക്കെ മോദിജി വന്നതിന് ശേഷം കാര്യക്ഷമമായി നടക്കുന്നുണ്ട്, അത് വലിയ സംഭവമായി മാറിയിട്ടുണ്ട് എന്ന് തരൂർ വലിയ വായിൽ പ്രസംഗിച്ചു. അത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും പനാമയിൽ ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്കും ദേശീയതയ്ക്കും വലിയ ജനസമ്മതി ലഭിക്കുകയും ചെയ്തു. പനാമയിൽ നിന്ന് അവർ കൊളംബിയയിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ തരൂര് ആ പറഞ്ഞത് ശരിയല്ല എന്ന് കൊണ്ടത് ഇവിടത്തെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനായിരുന്നു. കാരണം ഉടനെ തന്നെ ഇവിടെ നിന്ന് എക്സിൽ കുറിപ്പുകൾ പോയി തരൂരിനെ ടാഗ് ചെയ്തുകൊണ്ട് ജയറാം രമേശും അതുപോലെ തന്നെ ഖേരയും രേഖയും അങ്ങനെ തുടങ്ങി കുറെ ആളുകളുണ്ടല്ലോ കോൺഗ്രസിന്, അവരെ നിരത്തിപ്പിടിച്ച് എഴുതാൻ തുടങ്ങി. നിങ്ങൾ മൻമോഹൻ സിംഗിന്റെ കാലം കണ്ടിട്ടില്ലേ? മൻമോഹൻ സിംഗ് എത്ര സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിയിട്ടുള്ളത്? ഇതെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? അങ്ങനെ പറയേണ്ടിയിരുന്നില്ലേ? നിങ്ങൾ മോദിയെ സ്തുതിക്കുകയാണ്, നിങ്ങൾ BJP വക്താവിനെ പോലെ പെരുമാറുകയാണ്. നിങ്ങളുടെ ജോലി അതല്ല. നിങ്ങൾ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിലെ കുടുംബാംഗമാണ്, നിങ്ങൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്, അക്കാര്യം നിങ്ങൾ മറന്നുപോകുന്നു എന്നൊക്കെ പറഞ്ഞ് തരൂരിനെ അറഞ്ചം പുറഞ്ചം കോൺഗ്രസ്സുകാർ വിമർശിക്കാൻ തുടങ്ങി. ഇത് മുതലാക്കുന്നവരാണ് BJP തന്നെ. BJPയുടെ മന്ത്രി കിരൺ റിജിജു ഉടനെ ചാടിപ്പിടിച്ചു, ന്യൂനപക്ഷകാര്യ മന്ത്രി. അദ്ദേഹം ചാടിപ്പിടിച്ചിട്ട് പറഞ്ഞു, കണ്ടില്ലേ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്? അപ്പോ ശശി തരൂരിന് രാജ്യത്തെ ഇന്ത്യയെ സ്നേഹിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? ഇന്ത്യയെക്കുറിച്ച് നല്ല വാക്ക് പറയാൻ സ്വാതന്ത്ര്യമില്ലേ എന്നായിരുന്നു കിരൺ റിജിജു ഈ കാര്യത്തെ വ്യാഖ്യാനിച്ചത്. അതായത് അവിടെ എപ്പോഴും നോക്കിയിരിക്കുന്ന തരൂരിനെ മറയാക്കി കോൺഗ്രസിനെ എങ്ങനെ ആക്രമിക്കാം, കോൺഗ്രസിനെ എങ്ങനെ ഉന്മൂലനം ചെയ്യാമെന്ന് BJP ക്യാമ്പ് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വെടിമരുന്ന് കൊടുക്കുന്നത് പോലെയാണ് കോൺഗ്രസ് ക്യാമ്പ് ചെയ്യുന്നത്. ഇതുപോലെ മണ്ടന്മാരായ നേതാക്കൾ വേറെ ഒരു പാർട്ടിയിലും കാണുകയില്ല എന്നതാണ് പച്ച പരമാർത്ഥം. കാരണം ഈ തരൂര് എന്തെങ്കിലും പറഞ്ഞാൽ തരൂര് നയതന്ത്ര വിദഗ്ധനായി മുമ്പ് അങ്ങനെ പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ രാജ്യത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് മറ്റ് രാജ്യങ്ങളുടെ പ്രതിനിധികളോട് സംസാരിക്കാൻ രാജ്യം നിയോഗിക്കുന്നു. അദ്ദേഹം അവിടെ പോകുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് തിരികെ വരുന്നു എന്ന് മാത്രം കണ്ട് കോൺഗ്രസ് അദ്ദേഹത്തെ പിന്തുണച്ചിരുന്നുവെങ്കിൽ ഈ വിമർശനങ്ങളൊന്നും കോൺഗ്രസിന് ലഭിക്കുകയില്ല. പകരം കോൺഗ്രസിന് ജനങ്ങളുടെ പിന്തുണ കൂടിയിരുന്നേനെ. പക്ഷേ കോൺഗ്രസ് ഇവിടെ ചെയ്യുന്നത്, ശശി തരൂര് ചെയ്യുന്നതൊന്നും ശരിയല്ല. ശശി തരൂരിന് ശശി തരൂർ BJPയുടെ വക്താവായി സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ BJPയുടെ ക്യാമ്പ് അതിനെ കൃത്യമായി മുതലെടുക്കുന്നുണ്ട്. എന്നാൽ ഉടനെ ശശി തരൂർ പറയുന്ന മറുപടിയാണെങ്കിലോ അതിനേക്കാൾ കെങ്കേമമാണ്. ശശി തരൂർ പറയുന്നത്, ഞാൻ ഇന്ത്യയുടെ പാകിസ്ഥാനെതിരെ നടന്ന യുദ്ധങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ആക്രമണങ്ങളെക്കുറിച്ചോ പറയാനല്ല ആഗ്രഹിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഇന്ത്യ നടത്തിയ ഭീകര പ്രവർത്തനങ്ങൾക്ക് എതിരെ ഇന്ത്യ നടത്തിയ മുന്നേറ്റങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതാണ് ഞാൻ പറഞ്ഞതും. എനിക്കെതിരെ ട്രോളുന്നവരും എനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരും അങ്ങനെ തുടരട്ടെ. അവർക്കൊന്നും മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് സൗകര്യമില്ല, എനിക്ക് നേരമില്ല. ഞാനിതാ അടുത്ത രാജ്യത്തേക്ക് പറക്കുകയാണ്, എനിക്ക് വേറെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നായിരുന്നു തരൂരിന്റെ മറുപടി. തീർന്നില്ലേ? കോൺഗ്രസ് നേതാക്കളെ ഒന്നടങ്കം ആക്രമിച്ചുകൊണ്ടല്ലേ തരൂര് ആ മറുപടികൾ എഴുതിയത്. തരൂര് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഹൈക്കമാൻഡിന് എനിക്ക് യാതൊരു വിലയില്ല, ഹൈക്കമാൻഡ് എന്നെ അവിടെ ഇരുന്ന് വിമർശിച്ചോ, എനിക്ക് സൗകര്യമില്ല നിങ്ങൾക്ക് മറുപടി തരാൻ, എനിക്ക് വേറെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മോദിയും തരൂരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന ഒരു വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. മോദിജി തരൂരിന് നയതന്ത്ര പ്രധാനമായ ചില ഓഫറുകൾ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചില പദവികൾ അദ്ദേഹത്തിന് ഓഫർ ചെയ്തിരുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഒരു പക്ഷേയെങ്കിൽ മന്ത്രിമാരെക്കാൾ എക്സിക്യൂട്ടീവ് അധികാരമുള്ള ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിമാർക്ക് തുല്യമായ പദവി, ഓണററി പദവി അദ്ദേഹത്തിന് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്ന അറിവ് തരൂരിന് ലഭിച്ചിരിക്കണം. അങ്ങനെ ഒരു പദവിയിലേക്ക് തരൂർ പോവുകയാണെങ്കിൽ MP സ്ഥാനം രാജിവെക്കേണ്ടി വരില്ല, പാർട്ടി മാറേണ്ടി വരില്ല. അദ്ദേഹത്തിന് MP സ്ഥാനത്ത് തുടരാം, പാർട്ടി മാറാതിരിക്കാം. അദ്ദേഹം രാജ്യത്തെ സേവിക്കാൻ പുതിയൊരു മേഖല അദ്ദേഹത്തിന് തുറന്നു കിട്ടുകയും ചെയ്യും, ഒരു ഡിപ്ലോമാറ്റിക് മേഖല അദ്ദേഹത്തിന് തുറന്നു കിട്ടുകയും ചെയ്യും. അതാണ് തരൂർ ആഗ്രഹിക്കുന്നതും. ഇനിയുള്ള കാലം സ്വസ്ഥമായി ഈ വെയിൽ കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി കത്തിടപാട് നടത്തി അവിടെ ഇവിടെ അലഞ്ഞു തിരിയാനൊന്നും വയ്യ. ഏതെങ്കിലും AC റൂമിലും രാജ്യങ്ങൾ സന്ദർശിച്ചും എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതിയും പ്രസംഗിക്കാൻ പോയും അങ്ങനെയൊക്കെ ശിഷ്ട ജീവിതം കഴിച്ചു പോകണം. 4 ടൈം
ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് പാർലമെന്റിൽ പോയല്ലോ, ഇനി അതിനൊന്നും വയ്യ എന്ന തരത്തിൽ തരൂരിന്റെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞു എന്ന് വേണം ഈ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് സൗകര്യമില്ല നിങ്ങൾക്ക് മറുപടി നൽകാൻ, എനിക്ക് വേറെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് തരൂര് എക്സിൽ കുറിക്കണമെങ്കിൽ ഹൈക്കമാൻഡിന്റെ നേരെ എന്താണ് നമ്മൾ നേരത്തെ പറയുന്ന പോലെ, മുരളീധരനൊക്കെ പറയുന്ന പോലെ ചീപ്പ് ഡയലോഗ്, നിങ്ങൾ പോകൂ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ എന്ന് പറയുന്നത് പോലെ അല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഏതായാലും തരൂർ ഒരു തുറുപ്പുകുലാനാണ്, BJPക്ക് ലഭിച്ച തുറുപ്പുകുലാനാണ്. കോൺഗ്രസിനെ എന്താണ് ഈ കളിക്കളത്തിൽ വെട്ടി വീഴ്ത്താൻ, കളിക്കളത്തിൽ കുതികാല് വെട്ടാൻ കിട്ടിയ തുറുപ്പുകുലാനാണ് ശശി തരൂർ.